iFlow Honey Magic Oven-ലേക്ക് സ്വാഗതം. നമുക്ക് ചുറ്റും ലഭ്യമായിട്ടുള്ള ചേരുവകൾ കൊണ്ട് വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമല്ലേ. എന്തായാലും സീസണൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സീസണലായിട്ട് കൂടുതലായിട്ട് കിട്ടുന്ന, ചില സീസണിൽ മാത്രമായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചേരുവകൾ കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാൻ പറ്റുന്നൊരു സമയമാണിത്. ഈ സമയം മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് പല സമയത്തും പല സീസണിലും പല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് കിട്ടും. ചില കിഴങ്ങ് വർഗ്ഗങ്ങളാകാം, അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് പോലെയുള്ള കാര്യങ്ങളാകാം, അതല്ലെങ്കിൽ ചിലതരം പച്ചക്കറികളാകാം, എന്തുമാകാം. ഇപ്പോൾ നമുക്കിപ്പോൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് ചക്കയും മാങ്ങയും അങ്ങനെയുള്ള നാടൻ പഴവർഗ്ഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സീസൺ തീരുന്നതിന് മുമ്പ് നമുക്ക് മാജിക് അവനിലൂടെ വ്യത്യസ്തമായ സീസണൽ ഫ്രൂട്ട്സ് കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ചക്കയുടെ സീസണാണ്. ചക്കയുടെ സീസൺ തീരുന്നതിന് മുന്നേ നമുക്ക് പലതരം വിഭവങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴുത്ത ചക്ക കൊണ്ടുള്ള 2 വിഭവങ്ങളാണ്. അതിൽ ആദ്യത്തേത് ഒരു ഇലയടയാണ്, ചക്ക അട. അപ്പോൾ ചക്ക അട വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, സ്വാദിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലുമായിരിക്കും. അപ്പോൾ നമ്മുടെ പഴുത്ത ചക്ക കൊണ്ട്, ഈ വരിക്കച്ചക്ക കൊണ്ട് തയ്യാറാക്കുന്ന ചക്ക അട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വറുത്ത തരിയില്ലാത്ത പച്ചരിപ്പൊടി 1 കപ്പ്, വെള്ളം 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 1 ടീസ്പൂൺ, നന്നായി പഴുത്ത ചക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് 1 കപ്പ്, ശർക്കര ചീകിയത് 1/2 കപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, തേങ്ങാ ചിരകിയത് 1 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഇനി വാഴയില ആവശ്യത്തിന്. അങ്ങനെ നമ്മുടെ ചക്ക അടയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആയിരിക്കുവാണ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫില്ലിംഗ് ആണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. സാധാരണ ഒരു ഇല അടയുടെ എല്ലാ പ്രോസസ്സും നമ്മൾ കടന്നു പോകണം. പക്ഷേ ഉള്ളിലെ ഫില്ലിങ്ങിനാണ് പ്രാധാന്യം. അകത്ത് നിറയ്ക്കാൻ വയ്ക്കുന്ന പണ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കുക. എന്നിട്ട് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശർക്കര ഉരുകാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഇതൊരു 1/2 കപ്പ് ശർക്കര, 1/2 കപ്പ് ശർക്കരയും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെള്ളം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് അത്രയും കൂടി സമയം നമുക്ക് വേണ്ടി വരും, ശർക്കര അലിഞ്ഞ് ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് മുറുകി വരാനായിട്ട്. ഇതിപ്പോൾ ഏതാണ്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടില്ല, 2-3 ടേബിൾ സ്പൂൺ, ഏകദേശം 1/4 കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ശർക്കര നന്നായിട്ട് ഉരുകി നന്നായിട്ട് പതഞ്ഞ് ഒരു മുറുകി വരട്ടെ. ഇനി ശർക്കര നന്നായിട്ടൊന്ന് പതഞ്ഞ് കുറുകാൻ തുടങ്ങുന്ന സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും? ശർക്കര മാത്രമല്ല, ഇതിലിപ്പോൾ ഒരു 1/2 കപ്പ് ശർക്കര ചീകിയതും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ പതഞ്ഞ് റെഡിയായി വരുന്ന സമയത്ത് ചക്ക, നല്ല പഴുത്ത വരിക്കച്ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പാണ്. ഈ 1 കപ്പ് ചക്കയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇത് പതഞ്ഞ് നന്നായിട്ട് വരികയാണ്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ചക്കയും ശർക്കരയും കൂടി കിടന്നിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് വരണ്ട് വരട്ടെ. വരണ്ട് വരിക എന്ന് പറയുമ്പോൾ ചക്ക ഇങ്ങനെ കുഴഞ്ഞ്, നമ്മുടെ ചക്ക വരട്ടിയതുപോലെ ഒന്നും ആകണ്ട, കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഒന്ന് കുഴഞ്ഞ് ശർക്കരയൊക്കെ പിടിച്ച് വരണം, മുറുകുന്ന ഒരു അല്ല, അതിൻ്റെ മധുരവും ചക്കയുടെ മധുരവും എല്ലാം കൂടി ചേർന്നൊന്ന് റെഡിയാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, പെട്ടെന്ന് തന്നെ അത്. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ശർക്കര നമ്മൾ ഉരുക്കാൻ വെക്കുന്നു. ചില ചക്കയാണെങ്കിൽ നന്നായിട്ട് പഴുത്തിങ്ങനെ കുഴഞ്ഞു പോകുന്ന ടൈപ്പാണെങ്കിൽ ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയാൽ മതി. കാര്യം അതൊന്ന് ഈ ശർക്കര ഉരുക്കി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട്, ചക്കയുടെ പീസസ് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് വരട്ടിയെടുക്കുക, ഇങ്ങനെ വഴറ്റിയെടുക്കുക, മുറുകുന്ന പോലെ. ഇനി കൂടുതൽ വേഗമുള്ള ചക്കയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇച്ചിരിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ശർക്കര കുറച്ചുകൂടെ ലൂസ് പനിയായിട്ട് എടുത്തിട്ട് ആദ്യമേ തന്നെ ചക്ക ഇട്ടിട്ട് രണ്ടും കൂടി കിടന്നൊന്നിച്ച് വെന്ത ഇങ്ങനെ വരണ്ട് വരണം. ആ ഒരു സ്റ്റേജ് വറ്റി തുടങ്ങണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ചക്കയുടെ പീസസ്, ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ചക്കയല്ല എൻ്റെ കയ്യിലുള്ള വരിക്കച്ചക്ക. കുറച്ചൊക്കെ പീസസ് നമുക്ക് കാണാൻ സാധിക്കും, എന്നാൽ ആവശ്യത്തിന് വേഗവും വേണം. അപ്പോൾ ഇതേതാണ്ട് വെന്തു ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു. ആ ചക്കയുടെ കഷ്ണത്തിലെല്ലാം ആ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മുറുകി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ എന്ന് പറയുമ്പോൾ അതും നമ്മുടെ ഒരു അളവാണ്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇത് അരയാകാം, അതല്ലെങ്കിൽ 1 കപ്പ് വരെ ആകാം. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പ് എടുത്ത് വെച്ചിരുന്നു.
1/2 മുതൽ 3/4 കപ്പ് വരെ വേണമെങ്കിലും ആകും. ഇച്ചിരി കൂടെ കൊടുക്കും. ഏകദേശം 3/4 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കഴിയും. അപ്പോൾ ഇതും കൂടി തേങ്ങയും കൂടി കിടന്നിട്ടൊന്ന് മുറുകണം. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്ന് ടൈറ്റാകും. ലൂസായി വെള്ളം പോലെ ആയിരിക്കരുത്, നല്ലൊരു ഒരു ടൈറ്റായിട്ട് കിട്ടണം. ഫില്ലിംഗ് ആയിട്ട് വയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട്. എൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ വരെ ഇടാം. എത്രത്തോളം മണം വേണം അതനുസരിച്ചിട്ട്. അപ്പോൾ അതുമായി നല്ല ഏലക്കയുടെ മണം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും 1 ടേബിൾ സ്പൂണൊന്നും വേണ്ട, 1 ടീസ്പൂൺ ആയാലും മതി. ഒരുപാട് നെയ്യുടെ അതിപ്രസരം വേണ്ടല്ലോ, അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതിയാണ്. അപ്പോൾ നല്ല ചക്കയുടെയും ഏലക്കയുടെയും നെയ്യുടെ എല്ലാം കൂടി സമ്മിശ്രമായൊരു മണമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ട് നല്ല ടൈറ്റായി കഴിഞ്ഞു. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ചക്കയുടെ കൂട്ട് റെഡി. അങ്ങനെ ചക്കയുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതേ അടുപ്പിൽ തന്നെ മറ്റൊരു പാത്രം വയ്ക്കും, ചൂട് കട്ടിയുള്ള പാത്രം. അതിലേക്ക് വീണ്ടും പാത്രം വയ്ക്കുന്നു. ഇനി 2 കപ്പ് വെള്ളം, കറക്റ്റ് അളന്നതാണിത്, 2 കപ്പ്. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ അളക്കുന്നത് അരിപ്പൊടി, അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കുക. ഇതിപ്പോൾ 1 കപ്പ് അരിപ്പൊടിയുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. അതിലേക്ക് ഒരല്പം ഉപ്പ്, അങ്ങനെ ഉപ്പ് ചേർത്ത് വെള്ളം വെട്ടി തിളക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിപ്പൊടി, തീ വേണമെങ്കിൽ ഒരല്പം കുറച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഉറട്ടിക്കും ഒക്കെ മാവ് അല്ലെങ്കിൽ കൊഴുക്കട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ടൈറ്റാക്കി എടുക്കുക. ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിന് കിട്ടും. അപ്പോൾ നല്ല മാവ് വെന്ത് വരികയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുക്കിങ് കഴിഞ്ഞു. ഈ രണ്ടാമത് സ്റ്റീം ചെയ്യുമ്പോൾ സെക്കൻഡ് ഡബിൾ കുക്കിംഗ് ആണ്. പെട്ടെന്ന് ആവിയിൽ വെച്ച് വേവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ അടയും കൊഴുക്കട്ട പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. അതിന് ഒരല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പതം വരുത്തുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റാക്കി കുഴയ്ക്കും. ഇതൊന്ന് തണുക്കട്ടെ, തണുത്തിട്ട് കുഴയ്ക്കും. അപ്പം നമ്മളുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് ഞാൻ വീണ്ടും കുറച്ച് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്തിരിക്കുകയാണ്. അപ്പം ഒരുപാട് ലൂസായി പോകരുത്, കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിലാണ് 1 കപ്പ് അരിപ്പൊടി ചേർത്തത്. ഒരു 3/4 കപ്പ് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾക്കത് ടൈറ്റാക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തൊടുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് അതിനെ കറക്റ്റ് പാകമാക്കി എടുത്താലും മതിയാവും. ഇതിപ്പോൾ ഈ രീതിയിലാണ് വരേണ്ടത്, കയ്യിൽ ഒട്ടാനും പാടില്ല. ഇനി കയ്യിൽ ഇച്ചിരി നെയ്യ് തടവിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇച്ചിരി നെയ്യ് എടുക്കുക, കയ്യിലിങ്ങനെ ഇച്ചിരി നെയ്യ് ഇങ്ങനെ ആക്കിയിട്ട് ഉരുട്ടിയെടുത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ഒരു ഇല എടുത്ത്, വാട്ടിയ ഇലയാണ്, വാട്ടി അടുപ്പിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക. ടെൻഡറാണ്. നല്ല തിന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാദ് കൂടും. അപ്പോൾ ഒരു കട്ടി കുറഞ്ഞ ഒരു ലെയർ ചെയ്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് നടുക്കായിട്ട് നമ്മൾ ചക്കയുടെ പണ്ടം കൂട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ആവശ്യാനുസരണം ഫില്ലിങ് വയ്ക്കുക, എന്നിട്ട് 2ആയിട്ട് മടക്കുക, ചേർത്ത് മടക്കുക. ആയി കഴിയും. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതെങ്ങനെയാണ് ആയി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻഡെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അട റെഡി. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവ് കൊണ്ടും അട തയ്യാറാക്കാം. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ മറ്റൊരു ഇല എടുക്കുന്നു, കയ്യിലൊരല്പം നെയ്യ് തടവുന്നു, എന്നിട്ട് ഇതിൽ നിന്നും ഒരു ഉരുള ഉരുട്ടുന്നു. അപ്പോൾ ഇലയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉരുള എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇച്ചിരി വലിയൊരു ഇലയാണ്, അതുകൊണ്ട് ഇച്ചിരി വലിയൊരു ബോൾ പോലെ ഞാൻ ഉരുട്ടി.
എൻ്റെ ഒന്നും ഈ അറ്റമില്ല, അരികു ഭാഗം, ആ ഭാഗമാണ് ഒരുപാട് കട്ടിയാകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. ആ സൈഡും കൂടി നല്ല തിന്നാക്കി എടുക്കണം. എത്രത്തോളം തിന്നാകുന്നു, എത്രത്തോളം ഘനം കുറയുന്നു, അത്രത്തോളം സ്വാദ് അടയ്ക്കുണ്ടാകും. ഏതാണ്ട് നല്ല കട്ടി കുറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ തന്നെ ഫില്ല് ചെയ്യും. രണ്ടായിട്ട് മടക്കാം. അപ്പോൾ രണ്ടാമത്തെ അടയും അത് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. ഇലയുടെ സൈസ് അനുസരിച്ച് അടയുടെ സൈസും മാറ്റം വരും. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന മാവും അതിൻ്റെ ഫില്ലിങ്ങും ബാക്കി ഇലയും കൊണ്ട് നമുക്ക് എത്ര അട ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അങ്ങനെ നമുക്ക് വലുതും ചെറുതുമായിട്ട് ഒരു 6 ഇലയട ഇവിടെ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇത് പല സൈസാണ്. ചിലത് വലുതാണ്, ചിലത് ചെറുതാണ്. പക്ഷെ ഏതാണ്ട് ഒരു മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരു 8 എണ്ണം വരെ കിട്ടും. അതാണ്. അപ്പോൾ ഇത് തന്നെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അത് ഇലയടയായി മാറുന്നു. അപ്പോൾ ചക്കയട. പിന്നെ ഇത് നമ്മൾ ദോശക്കല്ലിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ അത് ഓട്ടടയായി മാറും. എങ്ങനെ വേണമെങ്കിലും ആകാം. ചുട്ടെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്യാം. നമുക്കിപ്പോൾ എന്തായാലും സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കും. ഒരു സ്റ്റീമറിൽ ഞാൻ വെള്ളം വെച്ചിരുന്നു. ഇപ്പോൾ നല്ലതായിട്ട് തിളച്ചുകൊണ്ടേയിരിക്കുകയാണ് വെള്ളം. ചൂടായി കിടക്കുന്ന സ്റ്റീമറിൽ അട അടുക്കി വയ്ക്കാം. തിരിച്ചും മറിച്ചും ക്രിസ് ക്രോസ് ആയിട്ട് വയ്ക്കുക. അപ്പോൾ എല്ലായിടത്തേക്കും നന്നായിട്ട് ആവി കയറണമല്ലോ, അത് കണക്കാക്കിയിട്ട് ആ രീതിയിൽ വയ്ക്കാം. നമുക്ക് സ്റ്റീമർ അടയ്ക്കാം. ഇനി നന്നായിട്ട് ആവിയിലൊന്ന് സ്റ്റീമായിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം കയറട്ടെ. ഇത് ഏതാണ്ട് വെന്ത കാര്യമാണല്ലോ. തിളച്ച വെള്ളത്തിലിട്ട് കുറുക്കിയെടുത്ത മാവാണ്. അപ്പോൾ നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് സ്റ്റീമായി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല പാകത്തിന് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ചക്കയട. അപ്പോൾ ഇതൊന്നാകട്ടെ. അങ്ങനെ നമ്മളുടെ ചക്കയട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് സമയം സ്റ്റീം ചെയ്തു. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അടപ്പ് തുറന്ന് നോക്കാം. നല്ല ആവിയായിരിക്കും ഇപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മുറിക്കുമ്പോൾ നമുക്ക് കാണാനാകാത്ത ഫില്ലിങ് ഈ രീതിയിൽ കഴിക്കുമ്പോൾ ഫില്ലിങ്ങോടുകൂടി ഇതിപ്പോൾ ഇച്ചിരി നല്ല ചൂടോടുകൂടിയാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്തിരിക്കുന്നത്. തണുക്കാൻ സമയം കൊടുക്കാത്തൊന്ന് സെറ്റാകട്ടെ. അത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി കഴിക്കുക. അപ്പോൾ എന്തായാലും നമ്മളുടെ ചക്കയുടെ എത്ര എളുപ്പത്തിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും പരീക്ഷിക്കാം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു ചക്ക കൊണ്ടുള്ള വിഭവമാണ്. പഴുത്ത ചക്കയുടെ വിഭവം. ഇത് ചക്കപ്പൊരി എന്നാണ് അതിൻ്റെ പേര്. എങ്ങനെയാണ് ഈ ചക്കപ്പൊരി ഉണ്ടാക്കുന്നത്? വളരെ എളുപ്പമാണ്. അത് നല്ല പഴുത്ത വരിക്കച്ചക്ക മുഴുവനെയുള്ള പീസ് വെച്ചിട്ട് അതിൻ്റെ ചക്കക്കുരു മാറ്റിയ പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചക്കപ്പൊരി എങ്ങനെ ചെയ്യുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഴുത്ത ചക്ക കുരു മാറ്റി മുഴുവനെ എടുത്തത് 25 എണ്ണം, കോൺഫ്ലവർ 1/2 കപ്പ്, മൈദാമാവ് 1/2 കപ്പ്, മുട്ട 1 എണ്ണം, പഞ്ചസാര 4 മുതൽ 5 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്, യെല്ലോ ഫുഡ് കളർ ഒരൽപ്പം, നെയ്യ് വറുക്കാൻ ആവശ്യമായത്. അങ്ങനെ നമുക്ക് ചക്കപ്പൊരിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി ആദ്യം നമുക്ക് ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ വരിക്ക ചക്കപ്പഴം, അത് മുഴുവനോടെ അകത്തെ കുരു മാറ്റിയ പീസസ്. ഏത് സൈസാണെങ്കിലും കുഴപ്പമില്ല, വലിപ്പമുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെന്താ വേണ്ടത്? ഇനി ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ഇതൊരു മാവ് ഉണ്ടാക്കാൻ പോവാണ്. ബാറ്ററിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അളന്ന് വെച്ച് കഴിഞ്ഞു. ഇത് കോൺഫ്ലവർ 1/2 കപ്പ് കോൺഫ്ലവർ. അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി, ഒരേപോലത്തെ അളവാണ് എടുക്കുന്നത്. ഒരേ അളവ് 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് മൈദാമാവ്. 2 കാര്യങ്ങളും ഒരുപോലെ. അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെന്താ, 1 നുള്ള് ഉപ്പ്. 1 നുള്ളെന്ന് വെച്ചാൽ ചെറിയൊരു നുള്ളു മതി, ചുമ്മാതെ വെറുതെ. മധുരമുള്ളതാണെങ്കിൽ ഒരല്പം ഉപ്പ് ബാലൻസിങ്. ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് യോജിപ്പിക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. ഒരു ഹോൾ എഗ്, ഒരു മുഴുവനായിട്ടൊരു മുട്ട.
ഇനി എന്താ, ഇനി ഒരല്പം മഞ്ഞ ഫുഡ് കളർ, യെല്ലോ കളർ. ഇനി ആവശ്യാനുസരണം വെള്ളം. നല്ല കുറുകിയ ഒരു ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്, ഒരുപാട് ലൂസായിട്ടല്ല, കുറുകിയ. വെള്ളം എടുത്ത് വയ്ക്കുക, ആവശ്യാനുസരണം ഒഴിക്കുക. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാം. സ്പൂണിനെക്കാട്ടിലും കൈ ആയിരിക്കും നല്ലത്. കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഈ ഒരു പാകമാണ് വേണ്ടത്, ഒരുപാട് ലൂസും അല്ല, അത്യാവശ്യം കുറുകലുണ്ട്, എന്നാൽ കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു ബാറ്റർ. മനസ്സിലായല്ലോ ഏതാ സൈസെന്ന്? ഇനി ഞാൻ എടുത്ത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ വീഴണം. ഇതാണ് നമ്മുടെ ബാറ്റർ. ഇനി ഇതിലൊരു കാര്യം കൂടിയുണ്ട്, പഞ്ചസാര. മധുരം ആവശ്യാനുസരണം 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ. ഇതിപ്പോൾ 5 ടേബിൾ സ്പൂൺ ഞാൻ അളന്ന് വെച്ചതാണ്. ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി ഫുഡ് കളർ അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാവും, ഒരു മഞ്ഞ നിറം കിട്ടാനായിട്ട്. അതാകുമ്പോൾ പിന്നെ ഒരു ദോഷവും ഇല്ലല്ലോ, അതായിരിക്കും കൂടുതൽ നല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, ഒരു യെല്ലോ കളർ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ചക്കപ്പൊരി ഉണ്ടാക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുവാണ് ഞാൻ. എന്താ കാര്യം എന്നറിയോ? നമുക്ക് വലിയ ചീനച്ചട്ടി ആണെങ്കിൽ ഒരുപാട് എണ്ണ വേണം. അപ്പോൾ ഇവിടെ എണ്ണയ്ക്ക് പകരം ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ഞാൻ നെയ്യിലാണ് ഇത് വറുക്കാൻ പോകുന്നത്. അപ്പോൾ നെയ്യ് കുറച്ച് മതിയല്ലോ, നെയ്ക്ക് വിലയും കൂടുതലാണ്. അപ്പോൾ ഇത് എണ്ണയിൽ നമുക്ക് ചെയ്യാം, വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു എണ്ണയിൽ വേണമെങ്കിലും വറുത്ത് പോരാം. ഞാൻ പക്ഷേ ഇവിടെ നെയ്യിൽ വറുക്കാൻ പോവാണ്. നെയ്യിൽ വറുക്കുമ്പോൾ അതിന് സ്വാദ് കൂടും. അപ്പോൾ നെയ്യപ്പം നെയ്യിൽ വറുത്താൽ എത്ര സ്വാദാണ്, അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ചക്കപ്പൊരി നെയ്യിൽ വറുക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാദ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. കുറച്ച് നെയ്യ് ചൂടാക്കാം. ഇത് വറുത്ത് കോരുകയാണ് ചെയ്യാൻ പോണേ. ചക്കയുടെ ഒരു ഹോൾ ചക്കയാണിത്, ഒരു ചക്കയുടെ ഫുൾ പീസ്. അത് മാവിലേക്ക് മുക്കി അത് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നെയ്യിലേക്ക് ഇടുക. ഇതുപോലെ ഓരോ പീസും അത് ഒരു ഫുൾ ചക്കയാണ്, മനസ്സിലായി. അകത്തെ കുരു മാത്രമേ മാറ്റിയിട്ടുള്ളൂ, അത് ഫുള്ളായിട്ട് എടുക്കുക. ഇപ്പോൾ ഓരോന്നായിട്ട് മൂത്ത് തുടങ്ങുന്നു. തിരിച്ചിടാം. ഇനി തീ ഒരല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. നമ്മുടെ ചക്ക അല്പം വേഗവും വേണം, ഉള്ളിലെ ഭാഗം നന്നായിട്ട് വേഗണം, നല്ല കരികരിപ്പും ഉണ്ടാകണം. പുറമേയുള്ള ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. അപ്പോൾ തീ അല്പം കുറയ്ക്കും. നമ്മൾ ആദ്യം ഇട്ട 2 ചക്കപ്പൊരി ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. അത് നമുക്ക് ആദ്യമേ തന്നെ എണ്ണയിൽ നിന്നും മാറ്റാം. എണ്ണയല്ല, നെയ്യാണ്. ചില ഭാഗങ്ങളിലൊക്കെ, കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നെയ്യ് എന്ന് പറയും. നോർത്ത് കേരളയിൽ പ്രത്യേകിച്ച് നെയ്യെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ട് നെയ്യെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പശുവിൻ നെയ്യാണെന്ന്. പക്ഷെ അല്ല, അവിടെ എണ്ണയ്ക്ക് നെയ്യെന്ന് പറയാറുണ്ട്. നെയ്പത്തിരി എന്ന് പറയുമ്പോൾ നെയ്യിൽ വറുക്കുന്ന പത്തിരിയാണെന്ന് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷേ അവിടെ ആ ഭാഗങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ച് അവരുടെ രീതിയെല്ലാം കണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ നെയ്പത്തിരി എന്ന് പറഞ്ഞാൽ എണ്ണയിലുണ്ടാക്കുന്ന പത്തിരി, അത്രേ ഉള്ളൂ. അപ്പോൾ നെയ്യ് എന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങളിൽ അത് എണ്ണയാണ്. ഇത് പക്ഷെ അതല്ല, ഇത് ശരിക്കുമുള്ള പശുവിൻ്റെ നെയ്യാണ്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ പഴംപൊരി എല്ലാം പോലെ തന്നെയാണ് ഈ ചക്കപ്പൊരി. പക്ഷേ ഇത് നമ്മൾ കുറച്ച് വ്യത്യാസത്തിലാണ് ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വറുത്തിരിക്കുന്നത് നമ്മൾ നെയ്യിലാണ്. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന ചക്കയും ഇതുപോലെ ഈ ബാറ്ററിൽ മുക്കി ചൂടായി കിടക്കുന്ന നെയ്യിലിട്ട് വറുത്ത് പോരും.
അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ചക്കപ്പൊരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിരിക്കും, നല്ല പഫി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിക്കാം. അത് കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ ചക്ക ഇങ്ങനെ പാകത്തിന് വെന്തിട്ടുണ്ടാകും. നല്ല പുറമൊക്കെ നല്ല ക്രിസ്പി ആണെങ്കിലും അത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. ഉള്ളിലെ ചക്കയൊക്കെ നല്ലതായിട്ട് വെന്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു സ്വാദാണ്. ചക്കയുടെ മധുരവും അതിൻ്റെ പുറത്തുള്ള ആ ഭാഗത്തിൻ്റെ സ്വീറ്റ്നെസ്സും എല്ലാം കൂടി ചേർന്ന് നല്ല രസകരമായിട്ട് കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ നല്ല ചൂടായിട്ട് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച വളരെ നാടനായിട്ടുള്ള ഒരു ചക്ക ഇല അടയാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ റംസാൻ മാസമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ മുസ്ലിം സഹോദരന്മാരെല്ലാവരും തന്നെ നോമ്പ് വ്രതം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നോമ്പ് സമയം കഴിഞ്ഞിട്ട് നോമ്പ് മുറിക്കുന്ന സമയത്ത് പലതരം ചെറു പലഹാരങ്ങളും ഒക്കെ കഴിക്കാറുണ്ടല്ലോ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട്. ആ കൂട്ടത്തിൽ നമ്മൾക്കിപ്പോൾ കഴിക്കാൻ പറ്റിയ പലഹാരങ്ങൾ തന്നെയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ അടയെന്ന് പറയുന്നത് വളരെ ഹെൽത്തിയാണ്, ചക്ക കൊണ്ടുള്ള ഇലയട. അതുപോലെ തന്നെ ഈ വറുവൽ സാധനങ്ങളിങ്ങനെ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചക്കപ്പൊരിയും തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് പ്രയോജനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.